വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ കായംകുളം MSM കോളേജിന് വീഴ്ച പറ്റിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയത് അധ്യാപകർ തിരിച്ചറിയേണ്ടതായിരുന്നു. കേരള സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. 3 വർഷം പഠിപ്പിച്ച ഒരു കുട്ടി പാസ്സായോ തോറ്റോ, പിന്നെ അതേ സമയത്ത് അവനെ എങ്ങനെ വേറെ ഒരു സർവകലാശാലയിൽ പഠിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈക്വലൻസി സർട്ടിഫിക്കറ്റിൽ ഒരു വീഴ്ചയില്ല. ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് പരിശോധിക്കുന്നത് 2 സിലബസുകളും താരതമ്യം ചെയ്യാണ്. ഈ കുട്ടി പഠിച്ചു എന്ന് പറയുന്ന ആ സർവകലാശാലയുടെ സിലബസും നമ്മുടെ സർവകലാശാലയുടെ സിലബസും താരതമ്യം ചെയ്തിട്ട് സമാനതകൾ എത്രയുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈക്വലൻസി കൊടുക്കുന്നത്. മഹാരാജാസിലെ NICയുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബദൽ ക്രമീകരണത്തെക്കുറിച്ച് അവർ ആലോചിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളാകെ ആലോചിക്കുന്നതിന് വേണ്ടി മഹാരാജാസ് കോളേജിന്റെ ഗവേണിംഗ് ബോഡി മെമ്പേഴ്സ് അടക്കം പങ്കെടുത്തുകൊണ്ട് പ്രിൻസിപ്പലും ചില അധ്യാപകരും എല്ലാവരും ഉൾപ്പെടെ കോളേജിന്റെ പ്രതിനിധികളുമായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു യോഗം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി കോളേജിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് എല്ലാവരോടും സംസാരിക്കാനാണ്